തേങ്ങയൊക്കെ എന്തിയേ? അമ്മേ, അമ്മേ, എന്തുവാടി അമ്മേ, ഇവിടെ ഇട്ടുന്ന പച്ചത്തേങ്ങയൊക്കെ എന്തിയേ? പച്ചയില്ല, ഉണക്കലും ഇല്ല. ഇപ്പം ഇതെല്ലാം കൂടെ എവിടെ കൊണ്ടുവിട്ട്? അത് അരയ്ക്കാനും പിഴിയാനും ഒക്കെ അങ്ങ് എടുത്തു കാണും, എനിക്കറിഞ്ഞൂടാ. ചേട്ടാ, ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു ചാക്ക് തേങ്ങ ഉണ്ടായിരുന്നു, പച്ചത്തേങ്ങ ഉണ്ടായിരുന്നു, ഉണക്കലും ഉണ്ടായിരുന്നു. നീ ആ കൊച്ചിന് എന്തോട്ട് കുറുക്കും? അത് എല്ലാ ദിവസവും ഇങ്ങനെ അരയ്ക്കുമല്ലയോ കുറുക്കിനും അതിനും ഇതിനും ഒക്കെ. അപ്പൊ തീർന്നു കാണുമായിരിക്കും. ആ എനിക്കൊന്നും അറിയത്തില്ല. തേങ്ങയെല്ലാം ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇവൾ എടുക്കുമെന്ന്. സാർ, ആക്ച്വലി എനിക്ക് എല്ലാ 5-ാം തീയതിയാണ് ഈ ലോൺ ഡേറ്റ്. അപ്പം ഞാൻ ആ ഒരു 5-ാം തീയതിയാണ് ഇതും പിടിക്കുന്നതെന്നുള്ള പ്രതീക്ഷയിലിരുന്നതാണ്. ഞാനതാ മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞത്. ഞാൻ ഇന്ന് എന്തായാലും ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ടേക്കാം. കമ്മീഷൻ പിടിക്കുമോ? ഓക്കെ, ഞാൻ എങ്ങനെയും ഇട്ടോളാം. ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടാ. വേണ്ട വേണ്ട, വീട്ടിലോട്ട് വരണ്ട, ഞാനത് പൈസ ഇട്ടേക്കാം. ഓക്കെ. തലവേദനയൊക്കെ ആരോട് പേടിക്കും? ചേട്ടാ, ഇവിടെ തേങ്ങ വെച്ചിരുന്നൊന്നും കാണുന്നില്ലല്ലോ. ഒരു ചാക്ക് തേങ്ങ ഞാൻ വെച്ചിരുന്നതാ. ചേട്ടൻ ഒരു പച്ചത്തേങ്ങ പോയെന്ന് മേടിച്ചോണ്ട് വാ. എടി, ഒരു ദിവസം നിനക്ക് എത്ര തേങ്ങ വേണം? ഒരു തേങ്ങയ്ക്ക് എത്ര രൂപയെന്ന് പറഞ്ഞട്ടാ? ഒരു തേങ്ങയ്ക്ക് 50 രൂപ. നീ 3-4 തേങ്ങ അരയ്ക്കും, എത്ര രൂപയായി? ഒരു ദിവസം 10-200 രൂപയ്ക്ക് നിനക്ക് തേങ്ങ തേങ്ങ തേങ്ങ. നിനക്ക് 24 മണിക്കൂർ ഇതേ ഉള്ളല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഞാനൊരു തേങ്ങ മേടിക്കണമെന്നല്ലേ പറഞ്ഞത്. തേങ്ങ താ തേങ്ങ താ തേങ്ങ താ. തേങ്ങ മേടിക്കാൻ കാശ് വേണ്ട? ഇല്ലെങ്കിൽ മേടിക്കണ്ട, നിങ്ങൾ എന്തെങ്കിലും ചെയ്. ഓ, ഭാര്യയായിട്ട് ഇവിടെ കൊഞ്ചി കൊഴയുവാണോ? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നുന്നു. അണ്ണാ, 3 വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എന്നാലും നിങ്ങൾ തമ്മിലുള്ള ഈ പ്രേമം ഇപ്പോഴും തീരുന്നില്ലല്ലോ. അതൊക്കെ എൻ്റെ ജീവിതം. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയില്ല വല്യണ്ണ. അയാൾക്ക് എന്നെ കണ്ടുകൂടാ. നീ ഇത് എത്ര വട്ടം പറഞ്ഞല്ലോ. എപ്പോഴും എന്തിനാ ഇങ്ങനെ പറയുന്നേ? പറഞ്ഞെന്താ, ഒന്നുകൂടി പറഞ്ഞൂടെ? ഞാൻ എൻ്റെ അണ്ണനോടാ പറയുന്നത്. എപ്പോഴും ഇതന്നെ. രമ്യേ, മോളെന്താ വന്നത്? അണ്ണാ, ഞാൻ വന്നതേ, ചേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വരത്തില്ലയോ? ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വിരുന്ന് വരുമല്ലയോ? എന്തേലുമൊക്കെ കൊടുക്കണ്ടായോ ഉണ്ടാക്കി? അപ്പം അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഓ, അതാണോ? അവൻ 6 മണിക്കല്ലേ വരുന്നേ? അതിനു മുമ്പ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കാന്നേ. അണ്ണൻ പോയി സെറ്റാക്കാം. ഇനിയിപ്പോ ഇത്ര സമയമായില്ലേ? കടയിൽ നിന്ന് വല്ല ബീഫോ പൊറോട്ട അങ്ങനെ എന്തെങ്കിലും മേടിക്ക്. പിന്നെ രാജേഷ് ചേട്ടൻ കടയപ്പൊന്നും തിന്നത്തില്ല നിന്നെ പോലെ. കോഴിയും താറാവും മട്ടനും ചിക്കനും പോത്തും ഒക്കെ വാങ്ങണം. ആദ്യത്തെ വിരുന്നാ. പിന്നെന്താ, മേടിക്കാം. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. കോഴിയും പോർക്കും താറാവും എല്ലാം മാർക്കറ്റ് ഇപ്പം ഉണ്ടായിരിക്കും. ഞാൻ പോയി എല്ലാ സാധനങ്ങളും മേടിക്കാം. മോള് സമാധാനമായിട്ട് പോയിരുന്നു. കാടമുട്ട കിട്ടുവാണെങ്കിലേ 10 കാടമുട്ട മേടിച്ചോ. രാജേഷ് ചേട്ടന് രാത്രി കാടമുട്ട പുഴുങ്ങിയതും പാലും കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ശീലമൊന്നും മുടക്കണ്ടല്ലോ. കാടമുട്ടയും മേടിക്കാം. ഓഹോ, കുഞ്ഞിന് തേങ്ങ മേടിക്ക് 20 രൂപ ഇല്ലാത്തവനാ ഇപ്പൊ പെങ്ങക്ക് വേണ്ടി ആടും കോഴി ഇറച്ചി എല്ലാം കൂടെ മേടിക്കുന്നത്. നാണമുണ്ടോ മനുഷ്യൻ? നിങ്ങൾക്ക് നാണം? എടി, അവൻ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വരുമല്ലയോ? അപ്പൊ പിന്നെ വിരുന്നൊരുക്കട്ടാ. എടി, ആവശ്യം പോലെ ഒരുക്കിക്കോ. ഒരിക്കൽ എല്ലാം കൂടെ കൊടുക്കും. നിങ്ങൾക്ക് ഞാനും കൊച്ചു വേറെ ഒരു തേങ്ങയൊന്നും മനസ്സിലായി. തേങ്ങ ഞാൻ ഇവിടെ പോവാ. ഞാൻ എന്റെ കൊച്ചു ഇവിടുന്ന് ഇറങ്ങി പോവാ. രമ്യേ, ഇല്ല, നിങ്ങളൊന്നും പറയണ്ട. നായപ്പടി രമ്യേ, ഇല്ല, ഒന്നും പറയണ്ട. നായപ്പടി രമ്യേ, ഇല്ല. കേറ് രമ്യേ, കേറ് രമ്യേ, പെരക്കത്ത് കേറ് രമ്യേ. എന്തുവാ? എന്തുവാടി നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ? നിങ്ങൾ നല്ലതല്ല ഞാൻ ഓരോന്ന് പറഞ്ഞു തരുന്നേ. നിങ്ങളെല്ലാം പെങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിക്കും നിന്നെ, അടിക്കും നിന്നെ. യോ, എന്തുവാ പിള്ളാരെ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന? ഇതെന്തൊരു വഴക്കാ ഇത്? ഒരു പൊടിക്കുഞ്ഞുള്ള വീടാ, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാവോ? എന്തുവാ ഇത്? ഇവക്കാ സോക്കേട്. അച്ഛൻ ഇങ്ങനെ എന്തൊക്കെയാ കാണിച്ചെന്നറിയോ? എന്നെ അടിച്ച്. മക്കള് കരയണ്ട. അമ്മക്ക് പാ. ഇവനാ ഈ കാലൻ. എടി, എന്നെ കാലാന്ന് വിളിക്കുന്നോ? അച്ഛൻ കൊച്ചിനെ കൊണ്ട് പോയേ. അച്ഛൻ ഇങ്ങനെ എന്നെ അടിച്ചു കണ്ടില്ലേ? അച്ഛാ,
ഞാൻ എന്താ അടിച്ചടി? നീ എന്നെ പിടിച്ച മാന്തിയോ? ഞാനിവിടെ. നീ കണ്ടോ അച്ഛ കൊച്ചിനെ കൊണ്ട് പോ 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 പോ. കുഞ്ഞിനിട്ട് വിഷമിപ്പിക്കാനായിട്ട്. ഇല്ല, കൊച്ചു കരയുന്നു. ഇല്ല, കൊച്ചു കരയുന്നു. അമ്മക്ക് ഞാൻ പോവാ, ഞാൻ പോവാ, ഞാൻ പോവാ. മനസ്സാ, നിങ്ങളിപ്പോ എങ്ങോട്ട് ഇവിടെ ഇരുന്നോ? ഞാൻ പോവാ, പോവാ, പോ. എന്നാ നീ പോടി, നീ പോ പോ. നശിച്ചവള് പോടി. പോവാ. അവര് വഴക്കൂടട്ടെ. കുഞ്ഞിനൊന്നാത് പനിയാ. അവര് വഴക്കൂടട്ടെ, അമ്മക്ക് പോയി കളിക്കാം. എന്തായി? എപ്പ ഇറങ്ങും? 6 മണിയാകുമ്പോ ഇറങ്ങുമോ? മലബാറിന് വാ കേട്ടോ. ശരി എന്നാ. സ്നേഹം നാണിയമ്മേ, നാണിയമ്മേ, എവിടെ പോവാ? മോള് പോയില്ലായിരുന്നോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഭർത്താവ് വന്നില്ലയോ? ഇന്ന് വരും, രാജേഷേട്ടനെ ഇന്ന് വരും. എന്താ മോളുടെ കൂടെ വരാനേ? എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് 2 ദിവസം കൂടി ഇവിടെ നിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നേ ഉള്ളൂ. ഓ, ഇന്നിങ്ങ് വരുന്നോ? ഇന്ന് വരും. നാണിയമ്മ ഒരു 6 മണിയാകുമ്പോ ഇങ്ങോട്ട് വാ, രാജേഷേട്ടനെ കാണാം. ഓ, അമ്മൂമ്മക്ക് ഇപ്പൊ എങ്ങനുണ്ട്? ഓ വയ്യ മോളെ, കിടക്കുവാ. ഞാൻ അങ്ങോട്ട് കാണാൻ വരാൻ ഇരിക്കുവായിരുന്നു. ചത്തുപോവോ ഇപ്പഴാ കാണാം? ഓ, ഇപ്പോഴൊന്നും തട്ടുന്ന കേസൊന്നും ഇല്ല, കുഴപ്പമില്ല. വലിച്ചവിടെ കിടപ്പുണ്ട്. ആണോ? എന്നാ പോട്ടെ, നാണിയമ്മ അമ്പലത്തിൽ കൂടെ പോട്ടെ. ശരിയെന്ന്, ഞാൻ വരുന്നോണ്ട് വീട്ടിലോട്ട്. രാജേഷേട്ടൻ വരുമ്പോഴേ ഞങ്ങൾ ഒന്നിച്ച് വരാം. അമ്മായിയമ്മ വരത്തില്ലയോ? അമ്മായിയമ്മയ്ക്ക് വരാൻ വയ്യ. എടീ സരളേ, ആട്ടക്കാരി പോയില്ലടി. എന്തോ പ്രശ്നമുണ്ട് അവക്ക് കേട്ടോ. അവളവിടെ നിൽക്കുന്നു. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. മോള് വന്നോ? എന്താ ഇവിടെ നിക്കുന്നേ? ഞാൻ മീൻ വല്ലതും വരുന്നോന്ന് നോക്കി നിക്കുവാ. ഭർത്താവ് വന്നില്ലയോ മോളെ? ചേട്ടൻ ഇപ്പൊ വരും, 6 മണിയാകുമ്പത്തേനേ വരും. ആണോ? മീനാണോ? മട്ടനും ചിക്കനും കൊഞ്ചും ഞണ്ടും എല്ലാം വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് രമണാണ്ണനെ. അപ്പൊ ഞാൻ മീൻ വല്ലതും വരുവാണെങ്കിലോ കക്ക വല്ലതും വരുവാണെങ്കിലോ വാങ്ങാന്ന് വിചാരിച്ചു നിന്നതാ. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരി. രാജേഷേട്ടാ ഇറങ്ങിയോ? ശരി ഏട്ടാ. ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അമ്മയൊക്കെ. ശരി. അമ്മേ, രാജേട്ടൻ ഇറങ്ങി. അമ്മേ, അമ്മോ, അമ്മേ, എന്തുവാടി? ഇറങ്ങി. എന്തുവായി? മട്ടനായോ? ഇല്ല വേവുന്നു. ഒന്ന് വേവിക്ക്. ദാ വരുന്നു ഞാൻ. ഹലോ, സ്റ്റേഷനിലെത്തിയോ? അമ്മോ, സ്റ്റേഷനിലെത്തി. അമ്മോ, എന്തുപടി? രാജേട്ടൻ സ്റ്റേഷനിലെത്തി. മട്ടൻ വെന്തില്ല, വേവിക്കാൻ വെച്ചതേ ഉള്ളു. വേവ് ഇപ്പം. ഒന്ന് വേഗം ആവട്ടമ്മേ. എന്റെ കയ്യും മുറിഞ്ഞ്. കാക്ക എന്തിയേ? അണ്ണാ, രാജേട്ടൻ ഇപ്പൊ വരും. ഇപ്പൊ വരും അവൻ. അറിയാലോ, കലിപ്പനാ. അപ്പം സ്വർണത്തിന്റെ കാര്യം ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ ചേട്ടൻ അങ്ങോട്ടൊന്ന് പറയണേ. നമ്മളായിട്ട് എന്തിനാ അങ്ങോട്ട് ചോദിപ്പിക്കുന്നത് കേട്ടോ? പറയണേ. ഇപ്പൊ വരും. ചേട്ടൻ ഇവിടെ ഇരിക്കണ്ട, അകത്ത് പോയിരുന്നോ? ശരി. വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണേ കേട്ടോ. ഒരുമാതിരി കൂറ വേഷത്തിലൊന്നും വന്ന് നിൽക്കല്ലേ ചേട്ടൻ വരുമ്പോൾ. ഇതിനെന്തോ കുഴപ്പം എന്തുവാ? അച്ഛൻ എന്ത് ചെയ്യും? അപ്പുറത്തുണ്ട്. ജയേഷേട്ടൻ വരാറായി. പിന്നെ ഒരു കാര്യം, ഓവർ സ്നേഹപ്രകടനം ഒന്നും വേണ്ട. അറിയാലോ, ആളൊരു കളിപ്പരാ. ആനൊന്നിനും വരുന്നില്ലടി കൊച്ചേ.
ഓ അവളൊക്കെ വലിയ ഡമ്പുകാരി. അപ്പൂപ്പന്റെ പൊന്നെന്തിയേ, അപ്പൂപ്പന്റെ പൊന്നെന്തിയേ. ഹലോ അമ്മ, അവരെല്ലാരും ഇപ്പൊ ഒറ്റക്കെട്ടായ അമ്മ. അയാൾക്ക് എന്നെ വേണ്ട. ഞാൻ കൊച്ചിനൊരു തേങ്ങ മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാളിനോട് കണക്ക് പറഞ്ഞമ്മേ. ഇപ്പൊ ദാ പെങ്ങൾക്ക് ബീഫും മട്ടനും കോഴിയൊക്കെ മേടിക്കാൻ പോയേക്കുന്നു. അവരെല്ലാരും ഒറ്റക്കെട്ടാ. അയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ എന്തിനാ അമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരുവാ. ആ സഹിക്കാം, സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കാം. അവസാനം ഞാൻ ശവമായിട്ട് അങ്ങോട്ട് വരും. എനിക്ക് വയ്യ അമ്മേ, ഞാനും കൊച്ചും കൂടെ അങ്ങോട്ട് വരുവാ. എന്തോ ആയി? ഓ ആവുന്ന്. മട്ടൻ വെന്തില്ല ഇതുവരെയ്ക്കും. മട്ടൻ വെന്തില്ല. ചിക്കനോ ബീഫോ കൊഞ്ചോ ഞണ്ടോ? എടി വേവ് വാടി. ആ മട്ടനോട് ഒന്ന് വേഗം വേവിക്കാം അമ്മ. രാജേട്ടൻ ഇപ്പൊ ഇങ്ങ് എത്തും, സ്റ്റേഷനിൽ എത്തി. അവിടെ നോട്ടോ കേറി. ഹലോ, എന്റെ ഭഗവാനെ, ഓട്ടോ കേറിയോ? ഓട്ടോ കേറി, വേഗം ഉണ്ടാക്ക്. അണ്ണാ രാജേഷേട്ട ഓട്ടോയിൽ കേറി. അമ്മേ രാജേഷേട്ടൻ വന്നമ്മേ. അമ്മേ, അമ്മ. എന്റെ അമ്മേ, അമ്മേ വന്ന്. അമ്മ രാജേട്ടൻ വന്നമ്മേ. അമ്മ പഴുത്തൊലിയൊക്കെ. അയ്യോ അയ്യോ, എന്താ പറ്റി? അയ്യോ പഴമൊക്കെ തിന്നിട്ട് ആരടി തൊലിയിട്ട് ഇവിടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ രാജേട്ടൻ വന്ന്. വാ. കുടിക്കാൻ ചായ, ഗ്രീൻ ടീ, കോഫി, നാരങ്ങ വെള്ളം എന്തോ എടുക്കണം? എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്നാ പിന്നെ ഊണെടുക്കാം. കോഴി, താറാവ്, ബീഫ്, മട്ടൻ, കൂർക്ക ഒന്നും വേണ്ട. അമ്മ അളിയനെ ശല്യം ചെയ്യണ്ട. അളിയന് കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. ഊണൊന്നും ഇപ്പൊ വേണ്ടായിരിക്കും. ആണോ? റെസ്റ്റ് എടുക്കണോ? എന്നാ പിന്നെ റെസ്റ്റ് എടുക്കട്ടെ അല്ലേ. അളിയനെന്നാ റെസ്റ്റ് എടുത്തോ. കുളിക്കണമെങ്കിൽ കുളിച്ചോ. റെസ്റ്റ് എടുത്തോട്ടെ. മരുമോന് ക്ഷീണം കാണും. റെസ്റ്റ് എടുത്തോട്ടെ. എല്ലാവരും ഇങ്ങ് പോരെ. അല്ലെങ്കിൽ ഊണായെങ്കിൽ എടുത്തോ. ഊണെടുക്കാം. വാ വന്നാട്ടെ. അളിയന് എന്തോ പ്രശ്നമുണ്ടെന്ന് പെങ്ങള് പറഞ്ഞു. എന്തോ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അളിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ അളിയ. എന്താന്ന് വെച്ചാൽ ഞാൻ സോൾവ് ചെയ്യാം. എടി അളിയന് പ്രശ്നമൊന്നും ഇല്ലടി. അളിയൻ മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ? എന്നാ ശരി അളിയ, റെസ്റ്റ് എടുക്ക്. അളിയനൊന്ന് നിന്നേ. എനിക്ക് ഈ ബന്ധം തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. കുറഞ്ഞത് എനിക്ക് 100 പവൻ സ്വർണ്ണമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എനിക്ക് 70 പവൻ സ്വർണം നിങ്ങൾ മനഃപൂർവ്വം എന്നെ കളിയാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എനിക്കത് തന്നത്. ഞാൻ ഇത്രയും നാൾ മിണ്ടാതിരുന്നു നിങ്ങളത് തരും എന്നുള്ള പ്രതീക്ഷയിൽ. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വന്നിരുന്ന് കൊഞ്ഞണം കുത്തുന്നോ?
കിട്ടിയതൊന്നും പോരാ, എനിക്കിനി ഒരു 30 പവൻ കൂടി വേണം. അമ്മേ, നാണമുണ്ടോടാ നിനക്ക് ശ്രീധരൻ മേടിക്കാൻ? തികഞ്ഞ ഗാന്ധിയനായ ഭാസ്കര പിള്ളയുടെ മകൻ രാജേഷ് ആണോടാ എന്റെ മുന്നിൽ നിൽക്കുന്നത്? നിനക്ക് എന്താ പറ്റിയടാ? നിന്നെ ഇങ്ങനെയാണോടാ ഞാൻ പഠിപ്പിച്ചത്? നിന്നെ ഇങ്ങനെയാണോ ഞാൻ വളർത്തിയത്? നീ എങ്ങനെയാടാ ഇങ്ങനെ മാറിപ്പോയത്? ഏടാ നീ ആണോടാ നീ? അത് പിന്നെ ഇവള് പറഞ്ഞോണ്ടമ്മ, ഞാനൊന്നും പറഞ്ഞതല്ല. നിർത്തടാ. 35 കൊല്ലം നിന്റെ നന്മ ഓതിയല്ലോടാ ഞാൻ വളർത്തിയത്. അത് ഒറ്റ ദിവസം കൊണ്ട് ഒരു പെണ്ണ് വന്ന് മാറ്റിയെന്നോ? നാണം ഉണ്ടോടി നിനക്ക്? സ്വന്തം വീട്ടുകാരെ കൊന്ന് അവരെ ശവം കണ്ടിട്ടാലും നിനക്ക് സുഖിക്കണം. നീ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് നേടണം അല്ലേ? അത് പിന്നെ അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാം. നിനക്ക് തന്ന 70 പവൻ സ്വർണവും 5 ലക്ഷം രൂപ സ്ത്രീധനത്തുകയും ഇന്ന് തന്നെ നിന്റെ സഹോദരനെ ഏൽപ്പിച്ചോണം. അവൻ കടം കയറി മുടിഞ്ഞു നിൽക്കുക. അത് കുഴപ്പമില്ല, അത് നമ്മൾ അവൾക്ക് കൊടുത്തതല്ലേ. കടം കയറ്റിട്ടാണോടാ സഹോദര സ്നേഹം ഉണ്ടാക്കുന്നത്? അപ്പൊ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ കുഞ്ഞും ഈ പെണ്ണും എന്തോ ചെയ്യും? വേണം ആവശ്യത്തിന്, അതിന് കടന്ന ആരും ഇല്ലാതായി പോവും. നീ ഒന്നും പറയണ്ട രമണ, ഒന്നും പറയണ്ട. ഇന്ന് തന്നെ ലോക്കറി ഇരിക്കുന്ന സ്വർണവും തന്ന പൈസയും ഇവനെ ഏൽപ്പിച്ചോ. 5 പൈസ ഇല്ലാതെ വേണം എന്റെ വീട്ടിലോട്ട് വന്ന് കയറാൻ. തിരിച്ചു കൊടുക്കാം അളിയനെ ഞാൻ തിരിച്ചു കൊടുക്കും. എനിക്കൊന്നും വേണ്ട, എനിക്ക് പെണ്ണ് മാത്രം മതിയെന്ന് പറഞ്ഞതായിരുന്നു. ഇവളൊറ്റ ഒരുത്തി, അവരുടെ ദുർമോഹം കാരണമാണ് ഞാൻ ഈ വേഷം കിട്ടിയത്. അല്ലാതെ എനിക്ക് മനസ്സാവാതെ എനിക്ക് 1 പവൻ പോലും വേണമെന്ന് ആഗ്രഹം ഇല്ലാത്തവനാണെന്ന് അമ്മയ്ക്കറിയാലോ. എല്ലാവരും സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ഇരിക്കണം, അതാണ് ഗാന്ധിജിക്ക് ഇഷ്ടം. എല്ലാവരും പാടിക്കും എന്നോടൊപ്പം. രഘുപതി രാഘവ രാജാ രഘുപതി രാജാ. ഇനി എന്തോ ഈശ്വര പ്രാർത്ഥനയും പാടണം. പതിത പാവന സീതാരാ. മഞ്ജിമേ ചൊല്ലിക്കോ. രഘുപതി രാഘവ രാജാ सीताराम